الحمد لله رب العالمين نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب مما كسبوا والله سريع الحساب. ബഹുമാന്യരായ വിശ്വാസികളെ പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് ജീവിതത്തിൽ യഥാർത്ഥ വിജയവും സന്തോഷവും സാധ്യമാക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അല്ലാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ തഖ്വയോടുകൂടി ജീവിക്കാൻ നമ്മെ അനുഗ്രഹിക്കുകയും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും
ഇഹപര ജീവിതങ്ങളിൽ അനുഭവിക്കാൻ, ആസ്വദിക്കാൻ പ്രത്യേകമായി നമ്മെ തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളെ അള്ളാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൂമിയിലെ ഏറ്റവും സവിശേഷമായ അള്ളാഹുവിന് സൽക്കർമ്മങ്ങൾ ഏറെ പ്രിയങ്കരമാകുന്ന ദിവസങ്ങൾക്കൊടുവിൽ ഒരു പെരുന്നാൾ ആഘോഷിച്ച് ആ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള മറ്റ് കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അയ്യാമുത്ത് തശ്രീഖിന്റെ ദിനങ്ങൾ പൂർത്തീകരിച്ചാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. പുണ്യകരമായ ആ ദിനങ്ങളിൽ നമ്മളും അതേപോലെ തന്നെ വളരെ പ്രധാനമായി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോയ ആളുകളും നിർവഹിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള സൽക്കർമ്മങ്ങളെയും അള്ളാഹു ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അയ്യാമുത്ത് തശ്രീഖിന്റെ ദിനങ്ങൾ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പൂർത്തീകരിച്ചാണ് നമ്മളിപ്പോൾ നമ്മുടെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ദുൽഹജ്ജ് 1 മുതൽ ലോകത്തുള്ള വിശ്വാസികൾ തങ്ങളെക്കൊണ്ടാകും വിധം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള പ്രയത്നങ്ങളിലാണ്, പരിശ്രമങ്ങളിലാണ് ഉണ്ടായിരുന്നത്. കാരണം അള്ളാഹുവിന് സൽക്കർമ്മങ്ങൾ ഇത്രയധികം ഇഷ്ടപ്പെടുന്ന മറ്റ് ദിനങ്ങളില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷവാർത്ത നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസികൾ അങ്ങനെ സൽക്കർമ്മങ്ങൾ ധാരാളമായി അനുഷ്ഠിക്കാൻ സന്നദ്ധമായിട്ടുള്ളത്. ആ സൽക്കർമ്മങ്ങളൊക്കെയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, ഇഹലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും വളരെ ഗുണകരമായി ഭവിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സൽക്കർമ്മങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് കഴിഞ്ഞ ഒരു ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ. സൽക്കർമ്മങ്ങളുടെ ആദ്യ ഫലം ദുനിയാവിൽ ഏറ്റവും മികച്ച ഒരു ജീവിതം അള്ളാഹുവിൽ നിന്ന് നൽകപ്പെടുക എന്നതാണ്. ആണായും പെണ്ണായും വിശ്വാസത്തോടുകൂടി, ഈമാനോടുകൂടി ആര് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും അവരെ നാം ദുനിയാവിൽ നല്ല ഒരു ജീവിതം ജീവിപ്പിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തതാണ്. അതിന്റെ തുടർച്ചയിൽ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, പരലോകത്തുണ്ടാകുന്ന മഹത്തായ പ്രതിഫലത്തെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകിയിട്ടുള്ളതാണ്. ആ 2 തരത്തിലുള്ള പ്രതിഫലങ്ങളും അല്ലാഹുവിൽ നിന്ന് ഏറ്റുവാങ്ങാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ, തൗഫീഖ് ഉണ്ടാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. പെരുന്നാളിന്റെ ഒരു ദിവസത്തിൽ മുസ്ലിങ്ങൾ പരസ്പരം കൈമാറുന്ന ആശംസാ വചനം ആ നിലക്കുള്ള പ്രാർത്ഥനയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന പ്രാർത്ഥന കൊണ്ടാണ് ഈദിന്റെ സന്ദർഭത്തിൽ, പെരുന്നാൾ ദിനങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസകൾ കൈമാറിയിരുന്നത് എന്നതാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഈ ദിവസങ്ങളിൽ അനുഷ്ഠിച്ചിട്ടുള്ള കർമ്മങ്ങൾ അള്ളാഹുവിനാൽ സ്വീകരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. യഥാർത്ഥത്തിൽ ഒരു പെരുന്നാൾ സീസണിലൂടെ അല്ലെങ്കിൽ ഒരു ഹജ്ജ് സീസണിലൂടെ കടന്നു പോരുമ്പോൾ ആ സീസണിൽ നിന്ന് സൽക്കർമ്മങ്ങളോടൊപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനുള്ള ഗുണപാഠങ്ങൾ എന്തൊക്കെയാണ് എന്നതുകൂടി ആലോചിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണിത്.
പെരുന്നാളിന്റെ സവിശേഷതകൾ, അത് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന സ്മരണകൾ, ഇതൊക്കെയും പല സന്ദർഭങ്ങളിലായി ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുപോകുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. സൂറത്തുൽ ബഖറയിലെ 3 ആയത്തുകളാണ് ഖുതുബയുടെ തുടക്കത്തിൽ ഓതി വെച്ചിട്ടുള്ളത്. അത് വിശുദ്ധ ഖുർആനിൽ ഹജ്ജിനെ കുറിച്ച് പരാമർശിക്കുന്ന ആയത്തുകൾക്കിടയിൽ വന്നിട്ടുള്ള ആയത്തുകളാണ്. അൽ ഹജ്ജു അഷ്ഹുറുൻ മഅലൂമാത്ത്. ഹജ്ജ് എന്ന് പറയുന്നത് അറിയപ്പെട്ട മാസങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന കർമ്മങ്ങളാകുന്നു എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിനെ പരിചയപ്പെടുത്തുമ്പോൾ ഫമൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജ് നിർബന്ധമായാൽ ഏറ്റവും പ്രധാനം പിന്നീട് റഫസിൽ തിരിക്കുക, അശ്ലീലമായ സംസാരങ്ങളും പ്രവൃത്തികളും ജീവിതത്തിൽ നിന്ന് വെടിയുക, വലാ ഫുസൂഖ് തെമ്മാടിത്തം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക, വലാ ജിദാൽ അനാവശ്യമായ തർക്കങ്ങൾ, അതിലൂടെയുള്ള പരസ്പരമുള്ള ശത്രുത, വിദ്വേഷം, ഇതിനെയൊക്കെ വെടിയുക എന്നതാണ് ഹജ്ജിന്റെ ആദ്യ പാഠങ്ങളായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. മഹത്തായ ഇസ്ലാമിലെ ഒരാരാധനാകർമ്മം എന്നുള്ള നിലക്ക്, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് എന്നുള്ള നിലക്ക് ഹജ്ജിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതൊരു മഹത്തായ ആരാധനാകർമ്മമായി നമുക്ക് അനുഷ്ഠിക്കാനുള്ള, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും നിർവഹിക്കാനുള്ള ഒരാരാധനാകർമ്മമായി സാധാരണഗതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കും. പക്ഷേ ഹജ്ജ് ഉണ്ടാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൽഫലങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഹജ്ജ് നിർബന്ധമായ ഒരാൾ അനുഷ്ഠിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കും. ആർക്കെങ്കിലും ഹജ്ജ് നിർബന്ധമായാൽ അയാൾക്ക് ബാധകമായ കാര്യങ്ങളിൽ ഒന്നാമത്തത് ഫലാ റഫസ്, അയാൾ അശ്ലീലതകൾ കൈവടിയണം എന്നതാണ്. മ്ലേച്ഛതകൾ, ലൈംഗികമായ അശ്ലീലതകൾ അയാൾ കൈവടിയണം എന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിത വിശുദ്ധിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസമാണ്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. നമ്മുടെ കാലത്ത് അശ്ലീലതകൾ ഇങ്ങനെ കൊടികുത്തി വാഴുന്ന ഒരു കാലത്ത് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അല്ലെങ്കിലും, നമ്മൾ ആഗ്രഹിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും അശ്ലീലമായ കാഴ്ചകളിലേക്കും കേൾവികളിലേക്കും അശ്ലീലമായ പ്രവർത്തികളിലേക്ക് പോലും നമ്മൾ വലിച്ചിഴക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സന്ദർഭത്തിൽ സവിശേഷമായി ഒരു പെരുന്നാളിന് ശേഷം, ഒരു ഹജ്ജിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തെ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഇനി ഇവിടെ നിന്നങ്ങോട്ട് ഈ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അശ്ലീലതയോട്, അവിഹിതമായ ലൈംഗിക താല്പര്യങ്ങളോടുള്ള നമ്മുടെ പോരാട്ടം എന്ന് പറയുന്നത്, അതിൽ നിന്നുള്ള വിട്ട് അകന്നു നിൽക്കൽ എന്ന് പറയുന്നത്, ആ മാർഗത്തിലുള്ള ജിഹാദ് എന്ന് പറയുന്നതാണ് ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ നടത്തേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നഫ്സിനോടുള്ള ജിഹാദ് എന്ന് പറയുന്നത്. ഇബ്രാഹിമി മില്ലത്തിന്റെ ഒരു പാരമ്പര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ശരിയാവണ്ണം ജിഹാദിൽ ഏർപ്പെടുക എന്ന കാര്യമാണ്. ആ ജിഹാദിലേക്ക് അള്ളാഹു ആഹ്വാനം ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രയാസകരമായ ഒരു കാര്യവും അള്ളാഹു ദീനിൽ റെസ്ട്രിക്ഷനായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള നിബന്ധനകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമുകളായി നിശ്ചയിച്ചിട്ടില്ല. മറിച്ച് ഇബ്രാഹിമി പാരമ്പര്യത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള, അള്ളാഹുവിന് മുമ്പിൽ ജീവിതം സമർപ്പിച്ച് മുസ്ലിങ്ങളായി മാറുമ്പോൾ അനിവാര്യമായി നിങ്ങൾക്ക് സൗകര്യപ്രദമായി അനുഷ്ഠിക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ദീനിലുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിന്റെ അവസാന ഭാഗത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അശ്ലീലതകൾ നമ്മുടെ ജീവിതത്തിലേക്ക്, പ്രത്യേകിച്ചും ഇന്റർനെറ്റിന്റെ, സോഷ്യൽ മീഡിയകളുടെ ഒക്കെ കാലത്ത് നമ്മൾ അറിയാതെ, നമ്മൾ ഇഷ്ടപ്പെടാതെയും നമ്മൾ ആഗ്രഹിക്കാതെയും
ഒക്കെ നമ്മുടെ കാഴ്ചകളിലേക്ക്, നമ്മുടെ കേൾവികളിലേക്ക് ഒക്കെ ഇത് ഇങ്ങനെ കുലംകുത്തി ഒഴുകി വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്നുള്ള നല്ല ജാഗ്രത ഇസ്ലാമിനെ നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ, ഹജ്ജ് എന്ന അടിസ്ഥാന സ്തംഭം കൊണ്ട് ഇസ്ലാമിനെ പൂർത്തീകരിക്കുന്ന ഒരു വേളയിൽ വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത സംസ്കരണത്തിന്റെ ഭാഗമായുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അതാകുന്നു. രണ്ടാമത്തെ ഒരു കാര്യം വലാ ഫുസൂഖ്, ജീവിതത്തിൽ തെമ്മാടിത്തരം ഉണ്ടാവാതിരിക്കുക എന്നതാണ്. തെമ്മാടിത്തരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനുള്ള അനുസരണത്തിന് വിരുദ്ധമായ, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടുള്ള എല്ലാത്തരം പ്രവർത്തനങ്ങളും, അത് നമ്മെ മാത്രം ബാധിക്കുന്നതാണെങ്കിലും മറ്റുള്ളവരെ ബാധിക്കുന്നതാണെങ്കിലും സവിശേഷമായും സമൂഹത്തിൽ അവർക്ക് ഗുണമുള്ള ഒരു മുസ്ലിമായി ജീവിക്കുന്നതിന് പകരം, ഗുണമുള്ള മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം അവൻ അംഗീകരിച്ച് വിശ്വസിക്കുന്ന അടിസ്ഥാന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് എല്ലാ സമയത്തും ഫലവർഗങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന, എല്ലാ സമയത്തും ജനങ്ങൾക്ക് ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെയായിരിക്കുമെന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ നാമധേയത്തിലുള്ള വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളതാണ്. അല്ലാഹു എങ്ങനെയാണ് കലിമത്തു ത്വയ്യിബയെ ഉദാഹരിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു വിശേഷിപ്പിക്കുന്നത് കശജറത്തിൻ ത്വയ്യിബത്തിൻ, അത് ഒരു നല്ല വൃക്ഷം പോലെയാണ്. ഒരു മുസ്ലിമിന്റെ അടയാളം എന്ന് പറയുന്നത്, ഒരു മുസ്ലിമിന്റെ ലക്ഷണം എന്ന് പറയുന്നത് അത് ഒരു നല്ല വൃക്ഷം പോലെയാണ്. അതിന്റെ അസ്ലുഹാ സാബിത്തുൻ, അതിന്റെ അടിവേര് ഭൂമിയിൽ ആഴ്ന്നിറങ്ങിയതായിരിക്കും. കാറ്റും കോളുകളും ഉണ്ടാകുമ്പോൾ പതറിപ്പോകുന്നതല്ല, ഇളകി മറിയുന്നതല്ല. അത് ഏത് കാറ്റിലും കോളിലും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രതിനിധീകരിച്ച ഒരു ആദർശത്തെ പോലെ ഹസ്ബുയല്ലാഹു വ നിഅമൽ വക്കീൽ, ഏത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും, ഏത് കാറ്റും കോളും ഉണ്ടാകുമ്പോഴും അങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള ഒരു അചഞ്ചലമായ, ഇളക്കി മാറ്റാൻ പറ്റാത്ത ആഴങ്ങളിലേക്ക് ആണ്ടുപോയ ഒരു വിശ്വാസം, വേരുകളുള്ള ഒരു മരം പോലെയാണത്. എല്ലാ സമയങ്ങളിലും ഏതാണ് കാലാവസ്ഥ, ജനങ്ങളിൽ നിന്ന് ഇങ്ങോട്ടുണ്ടാകുന്ന പെരുമാറ്റങ്ങൾ എങ്ങനെ, ഇങ്ങോട്ട് കിട്ടുന്ന റെസ്പോൺസ് എങ്ങനെ എന്നതിനെ ഒന്നും ആശ്രയിച്ചല്ല ആ മരം ജനങ്ങൾക്ക് ഫലവർഗങ്ങൾ നൽകിക്കൊണ്ടിരിക്കുക, ഉപകാരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുക. എല്ലാ സമയത്തും ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന, ഉപകാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ല വൃക്ഷം പോലെയായിരിക്കും. അതിന് വിരുദ്ധമായി ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കും, ജനങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത, സഹിക്കാൻ ജനങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള തെമ്മാടിയായ ഒരാളായി ഒരിക്കലും ഒരു മുസ്ലിം മാറുകയില്ല, മാറാൻ പാടില്ല എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ ആവശ്യപ്പെടുന്നത്. വലാ ജിദാൽ, എത്രത്തോളം എന്ന് വെച്ചാൽ അനാവശ്യമായ തർക്കങ്ങൾ പോലും ഹജ്ജിലൂടെ കടന്നു വരുന്ന ഒരാൾ ഉപേക്ഷിക്കേണ്ടുന്ന ജീവിത സംസ്കരണത്തിന്റെ ഭാഗമായി ഉപേക്ഷിക്കേണ്ട കാര്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഈ പാഠങ്ങളിലൂടെ കടന്നു വന്നതിന് ശേഷം ഹജ്ജിന്റെ കാര്യങ്ങൾ ഇങ്ങനെ, ഹാജിമാർ അള്ളാഹുവിനെ നിരന്തരമായി സ്മരിച്ചുകൊണ്ട്, ദിക്റുള്ളയാണ് നിരന്തരമായി ഹജ്ജിൽ സംഭവിക്കുന്നത്. ഹജ്ജിൽ മാത്രമല്ല, ദുൽഹജ്ജിന്റെ ഈ ദിവസങ്ങളിലുടനീളം ഹാജിമാരും അല്ലാത്തവരും നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെ സ്മരിക്കുക എന്ന മഹത്തായ കർമ്മമാണ്. നമ്മൾ ഇന്നലെ അസ്ര നമസ്കാരത്തിന് ശേഷം വരെ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ആ ദിവസങ്ങളെ വിട പറഞ്ഞിട്ടുള്ളത്, ആ ദിവസങ്ങളെ യാത്രയാക്കിയിട്ടുള്ളത്. നമ്മൾ ഇന്നലെ വരെ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ദിക്ർ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പൂത്തുല്ലസിച്ചു നിൽക്കുന്ന ദിവസങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയിട്ടുള്ളത്. അങ്ങനെ ദിക്റിൽ ഇങ്ങനെ മുഴുകിക്കഴിഞ്ഞതിന് ശേഷമുള്ള അറഫയിലൂടെ കടന്നു വന്ന് മുസ്ദലിഫയിലൂടെ അൽ മശ്അറുൽ ഹറാം എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ള മുസ്ദലിഫയിലൂടെയൊക്കെ കടന്നു വന്ന് മിനയിലൂടെ കടന്നു പോന്ന് ഒക്കെ വന്നിട്ടുള്ള ഹാജിമാർ അവർ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതിനെ കുറിച്ച്, അറഫയിൽ നിന്ന് മുസ്ദലിഫയിൽ നിന്ന് ധാരാളമായി
അള്ളാഹുവിനെ സ്മരിച്ചതിന് ശേഷം പിരിഞ്ഞു പോരുന്നതിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്ന ആയത്തുകളാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചിട്ടുള്ളത്. ഫഇദാ ഖളൈതും മനാസികകും, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ അനുഷ്ഠാന കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റ. ദിക്റുകൾ എന്ന് പറയുന്നത്, ദൈവസ്മരണ എന്ന് പറയുന്നത്, വിശുദ്ധ ഖുർആൻ എല്ലാ ആരാധനാ കർമ്മങ്ങളെ പരിചയപ്പെടുത്തുമ്പോഴും അതങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ്. നമ്മുടെ പരമ്പരാഗതമായ ഒരു മതബോധം വെച്ച് നമ്മളെല്ലാവരും വിചാരിച്ചിട്ടുള്ളത് അള്ളാന്റെ സ്മരണ എന്ന് പറയുന്നത് ആരാധനകൾക്കകത്തുണ്ടാകേണ്ടുന്ന കാര്യമാണ് എന്നതാണ്. ആരാധനകൾ നിർവഹിക്കുമ്പോൾ നിലനിർത്താൻ നമുക്ക് ബാധ്യതയുള്ള ഒരു കാര്യമാണ് ദിക്റുള്ള, ദൈവസ്മരണ എന്നാണ് നമ്മൾ തെറ്റായി വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ വിശുദ്ധ ഖുർആൻ ആരാധനകളെ പരിചയപ്പെടുത്തുന്നിടത്തൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ശൈലി അനുസരിച്ച് ആരാധനകൾ നിർവഹിച്ചതിന് ശേഷം നിങ്ങൾക്കുണ്ടാകേണ്ടുന്ന ധാരാളക്കണക്കായ ദൈവസ്മരണ, ദൈവബോധം, അതിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ആരാധനകൾ എന്ന് പറയുന്നത്. ജുമുഅയെ കുറിച്ചുള്ള പരാമർശം നമുക്ക് വളരെ സുപരിചിതമായ കാര്യമാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് ബാങ്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ദൈവസ്മരണയിലേക്ക് ഓടി വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹി വദ്കുറുല്ലാഹ കസീറൻ. ആ നമസ്കാരം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞ് നിങ്ങൾ ഭൂമിയിൽ ഇങ്ങനെ വ്യാപരിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടേതായ ഇടങ്ങളിലേക്ക് നിങ്ങൾ വഴിമാറിക്കഴിഞ്ഞാൽ, അവിടെ നിങ്ങൾ അള്ളാഹുവിന്റെ ഫദ്ല് തേടി കച്ചവടങ്ങളിലും മറ്റു വരുമാന മാർഗങ്ങളിലും ഏർപ്പെട്ട് കഴിയുന്ന സന്ദർഭങ്ങളിൽ വദ്കുറുല്ലാഹ കസീറൻ, അവിടെയാണ് നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കേണ്ടത്. ധാരാളമായി ദൈവസ്മരണ ഉണ്ടാകേണ്ടുന്ന, അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റുണ്ടാകേണ്ടുന്ന സ്ഥലങ്ങളിൽ അതുണ്ടാകാൻ വേണ്ടി സഹായിക്കുന്ന കർമ്മങ്ങളാണ് നമ്മൾ ആരാധനകൾ എന്ന് പറയുന്നത്. ഇവിടെയും അള്ളാഹു പറയുന്നത് അതാണ്. നിങ്ങൾ നിങ്ങളുടെ ഹജ്ജുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളൊക്കെ അള്ളാഹുവിന്റെ സ്മരണക്കുള്ളതാണ് എന്നത് ശരിയാണ്. പക്ഷേ ഫഇദാ ഖളൈതും മനാസികകും, ആരാധന, നിങ്ങളുടെ ഹജ്ജിന്റെ അനുഷ്ഠാന കർമ്മങ്ങളെല്ലാം നിങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റ, അപ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ, മാതാപിതാക്കളെ നിങ്ങൾ ഓർക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായി നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആ സ്മരണ ജീവിതത്തിൽ ഉണ്ടാകുന്നതും ഇല്ലാതിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത്. യഥാർത്ഥത്തിലുള്ള ജീവിത നിലപാട്, യഥാർത്ഥത്തിലുള്ള ജീവിത സങ്കല്പം, അതാണ് ഹജ്ജും ബലിപെരുന്നാളും ഉദ്ഹിയത്തും ഒക്കെ നമുക്ക് നൽകേണ്ടത് എന്നതാണ് ഇത് പഠിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഫമിനന്നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ, അള്ളാഹുവിനോട് ദുനിയാവിനെ മാത്രം കണ്ട്, ദുനിയാവ് തന്നെയാണ് ലോകം, ദുനിയാവ് തന്നെയാണ് ജീവിതം, എല്ലാ സുഖങ്ങളും ഇവിടെ അനുഭവിക്കേണ്ടതാണ്, എല്ലാം ഇവിടെ അനുഭവിക്കാൻ കിട്ടേണ്ടതാണ് എന്നുള്ള നിലക്ക് ദുനിയാവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർ അള്ളാഹുവിനോട്, അള്ളാഹുവേ ദുനിയാവിൽ നല്ലതെല്ലാം നൽകണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവർ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവർക്ക് ആ ചോദിച്ചതൊക്കെയും ദുനിയാവിൽ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അള്ളാഹു ഒരു ഗ്യാരണ്ടിയും പറയുന്നില്ല. കിട്ടുന്നത് കിട്ടും, അള്ളാഹു എഴുതി വെച്ചത് ദുനിയാവിൽ കിട്ടും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവർക്ക് പരലോകത്ത് ഒരു ഓഹരിയും ഉണ്ടാവുകയില്ല, ഒരു വിഹിതവും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന്, അള്ളാഹിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ലഭ്യമാവുകയില്ല. അതേ സമയത്ത് വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, ആഖിറത്തിനെ മറന്ന് ദുനിയാവിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാത്തവർ, ദുനിയാവിനെ മറന്ന് ആഖിറത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാത്തവർ, മറിച്ച് എല്ലാറ്റിന്റെയും ഉടമ അള്ളാഹുവാണ്, എല്ലായിടത്തും ആത്യന്തികമായി വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നതും അത് നൽകുന്നതും അള്ളാഹുവാണ്. അനുഗ്രഹങ്ങൾ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭ്യമാവേണ്ടതാണ്. നമുക്ക് ഒരിടത്ത് അനുഗ്രഹങ്ങൾ തന്നു എന്നുള്ളത് കൊണ്ട് മറ്റിടത്ത് അനുഗ്രഹങ്ങൾ തരാൻ കഴിയാത്ത വിധം അള്ളാഹു
പാപ്പരായി പോവുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് മറക്കാതെ, ഒന്നിനെയും മറക്കാതെ, അള്ളാഹുവേ ദുനിയാവിൽ നന്മകൾ പ്രദാനം ചെയ്യണമേ. കാരണം ദുനിയാവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ദുനിയാവാണ് നമ്മൾ ഇപ്പോൾ നേരിട്ട് അനുഭവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ കാര്യങ്ങൾ ശരിയാവണ്ണമാവുക, കാര്യങ്ങൾ സൗകര്യപ്രദമാവുക എന്നത് നമുക്ക് ഏറ്റവും നല്ല ഒരു ജീവിതം നയിക്കാൻ വളരെ അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് ദുനിയാവിൽ നന്മകൾ പ്രദാനം ചെയ്യണമേ. വഫിൽ ആഖിറതി ഹസനതൻ, പരലോകത്തും അല്ലാഹുവേ നന്മകൾ മാത്രം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. വഖിനാ അദാബന്നാർ, പരലോകത്ത് നന്മകൾ നിഷേധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നരക ജീവിതം ഉണ്ടാവുക എന്നതാണ്. അല്ലാഹുവേ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആദ്യം പറഞ്ഞത് ദുനിയാവിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവർ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് ദുനിയാവിൽ എന്ത് കിട്ടുമെന്നതിന് ഗ്യാരണ്ടിയില്ല, പരലോകത്തൊന്നും ഉണ്ടാവുകയില്ല എന്നത് ഉറപ്പുള്ള കാര്യമാണ്. അതേ സമയത്ത് അള്ളാഹുവോട് ദുനിയാവിന് വേണ്ടിയും ആഖിറത്തിന് വേണ്ടിയും അവിടുത്തെ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഉലൈക ലഹും നസീബും മിമ്മാ കസബു വല്ലാഹു സരീഉൽ ഹിസാബ്, അവർക്ക് അവരെന്താണോ അധ്വാനിച്ചത്, അവരെന്താണോ സമ്പാദിച്ചത്, അതിന്റെ വിഹിതം ദുനിയാവിലും ആഖിറത്തിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാരമായി പ്രദാനം ചെയ്യും. അങ്ങനെ അള്ളാഹുവിന്റെ ആ ഔദാര്യത്തിന്, ആ കാരുണ്യത്തിന്, ആ അനുഗ്രഹങ്ങൾക്ക് ഭാഗ്യം സിദ്ധിച്ചവർ അവരാണ് ജനങ്ങളുടെ കൂട്ടത്തിലെ സൗഭാഗ്യവാന്മാർ, യഥാർത്ഥ ജീവിത വിജയികൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഈ പ്രാർത്ഥന വളരെ പ്രധാനമാണ് എന്നതോടൊപ്പം ഈ ജീവിത കാഴ്ചപ്പാട് നമുക്കുണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. സ്വിച്ച് ഓഫ് ചെയ്യുന്നത് പോലെയാണ് മരണങ്ങൾ സംഭവിക്കുന്നത്. ആളുകൾ ഈ ദുനിയാവ് വിട്ടുപിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണങ്ങളുണ്ടായും ഇല്ലാതെയും പെട്ടെന്ന് ഓഫായി പോകുന്ന ജീവിതങ്ങളാണ് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ദുനിയാവ് നമ്മൾ മറക്കേണ്ടതില്ല. ദുനിയാവിൽ ആയുസ് അനുവദിക്കപ്പെട്ട കാലത്തോളം നമുക്ക് ഹയാത്തൻ ത്വയ്യിബത്തൻ, നല്ല ഒരു ജീവിതം ജീവിക്കാനുള്ള ഹസനത്ത് അള്ളാഹുവിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കണം. അതോടൊപ്പം ഈ ലോക ജീവിതം കഴിഞ്ഞാൽ ഇവിടെ ഓഫായി പോയത് കാലാകാലത്തേക്ക് ഓഫായി പോവുകയല്ല. അത് തൽക്കാലം നമ്മുടെ കൺമുമ്പിൽ ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരം മാത്രമാണ് ഓഫായി പോകുന്നത്. മനുഷ്യന്റെ ജീവിതം ഒരു നിമിഷത്തേക്ക് പോലും ഓഫായി പോകുന്നില്ല. അവന്റെ ജീവിതം പരലോകത്തേക്ക് തുടരുകയാണ്. ആ ജീവിതത്തിൽ അള്ളാന്റെ ഹസനത്ത് ലഭിക്കുക, അള്ളാന്റെ പുണ്യം ലഭിക്കുക, അള്ളാന്റെ നന്മ ലഭിക്കുക, അനുഗ്രഹങ്ങൾ ലഭിക്കുക എന്നത് പ്രധാനമാണ്. അതുകൂടി കണ്ട് ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പം നമുക്കുണ്ടാവണം എന്നതാണ് ഹജ്ജ് മുൻനിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിലുള്ള 2 തരം ആളുകളെ പരിചയപ്പെടുത്തുന്നതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് പാഠങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മുടെ ദുനിയാവിൽ നമുക്ക് ധാരാളമായി നന്മകൾ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോക ജീവിതത്തിലും അള്ളാഹു നമ്മെ നന്മകൾ കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗം നൽകുകയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وأصحابه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ബഹുമാന്യരായ വിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പരമാവധി പാലിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മരണം ജീവിതത്തിലെ അനിവാര്യമായ യാഥാർത്ഥ്യമാണ്. പല നിലക്കാണ് മനുഷ്യരെ മരണം തേടിയെത്തുന്നത്. അപകട മരണങ്ങൾ നമ്മൾ അറിയുന്ന ആളുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു.
അപകടകരമായ കാലാവസ്ഥ കൊണ്ട് രാജ്യത്ത് ആളുകൾ മരിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ മഴയാണ് അനുഭവിക്കുന്നത്. മഴയുടെ സുഖമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. മഴ തന്നെയും ദുരിതമായി മാറിയേക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാമെന്ന മുന്നറിയിപ്പുകളാണ്, അലർട്ടുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് രാജ്യത്തിന്റെ മറുഭാഗത്ത് കടുത്ത ചൂടിൽ 50 ഡിഗ്രിക്കും മുകളിലുള്ള ചൂട് കാരണമായി ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഇന്നലെയൊക്കെ പത്രത്തിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് 2 ദിവസത്തിനുള്ളിൽ 34 ആളുകളാണ് കടുത്ത ഉഷ്ണം മൂലം മരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ കടുത്ത ചൂടിന്റെ പ്രയാസങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ, അവിടെയുള്ള ആളുകൾക്കൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോ ഒരേ കാര്യം തന്നെ ഒരിടത്ത് അനുഗ്രഹമാവുകയും മറ്റൊരിടത്ത് അത് അപകടമായി മാറുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ ഈ സന്ദർഭങ്ങളിൽ വലിയ ആപത്തുകളിൽ നിന്ന്, മുസീബത്തുകളിൽ നിന്ന് നമ്മുടെ ജീവിതം രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനകൾ വളരെ പ്രധാനമാണ്. നമ്മെപ്പോലെ കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വളരെ പ്രധാനമാണ്. ഇത് മറക്കാതെ നിർവഹിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാവർക്കും, നമുക്ക് ഉറ്റവർ, ഉടയവർ, നമുക്ക് പ്രിയപ്പെട്ടവർ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മഹല്ലിന്റെ ആക്ടിംഗ് ഖാദിയായ ബഹുമാന്യനായ മൊയ്തീൻ മൗലവിയുടെ മൂത്ത മകളുടെ ഭർത്താവ് ജലീൽ കാര്യവട്ടം കഴിഞ്ഞ ദിവസം മക്കത്ത് വെച്ച് മരണപ്പെടുകയുണ്ടായി. ഭാര്യയുമൊത്ത് ഹജ്ജിന് പോയതിനിടയിലാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. ആ നിലക്ക് വളരെ സൗഭാഗ്യകരമായ ഒരു മരണമാണ്. അള്ളാഹു അദ്ദേഹത്തെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷകരമായ ബർസഖി ജീവിതം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ വേദന അനുഭവിക്കുന്ന ഭാര്യ അടക്കമുള്ള അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, ഉറ്റവർ, ഉടയവർ എല്ലാവർക്കും അള്ളാഹു സബറും ആശ്വാസവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹു അവരുടെ എല്ലാം രോഗങ്ങൾ ശിഫിയാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്കും നമുക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا واجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين اللهم انصر إخواننا المجاهدين في غزة اللهم انصر إخواننا المجاهدين في فلسطين اللهم انصر إخواننا المستضعفين المظلومين في كل مكان في العالم يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا توفنا مسلمين وألحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر الله